സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ഏത്? ജൂൺ 4, ജനുവരി 4, ജൂലൈ 4, നവംബർ 4. ഉത്തരം ജൂലൈ 4. ജൂലൈ 4-ന് ഭൂമി സൂര്യനെ ചുറ്റുന്ന ഭ്രമണപഥത്തിലെ ഏറ്റവും ദൂരെയായിരിക്കും. അഫലിയോൺ എന്നും ഇതറിയപ്പെടുന്നു. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? ഇരുമ്പ്, അലൂമിനിയം, കോപ്പർ, സ്വർണം. ഉത്തരം അലൂമിനിയം. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം ആണെങ്കിലും അത് പ്രകൃതിയിൽ ഒരിക്കലും സ്വതന്ത്രമായി കാണപ്പെടുന്നില്ല. ഭൂമിയിലെ എല്ലാ അലൂമിനിയവും മറ്റു മൂലകങ്ങളുമായി ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏത്? സ്റ്റെയറിൻ, ഐസോപ്രിൻ, നിയോപ്രിൻ, ബ്യൂട്ടാഡിൻ. ഉത്തരം നിയോപ്രിൻ. ആദ്യത്തെ സിന്തറ്റിക് റബ്ബർ നിയോപ്രിൻ കണ്ടുപിടിച്ചത് ജൂലിയസ് ആർതർ ന്യൂസിലാൻഡിലായിരുന്നു. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ചേർക്കുന്ന വിഷവസ്തു ഏത്? സ്പിരിറ്റ്, സൾഫർ, സോഡിയം, ഫോർമാലിൻ. ഉത്തരം ഫോർമാലിൻ. 5 ഡിഗ്രി സെൽഷ്യസിന്റെ ശരിയായ താപനിലയിൽ പരിപാലിക്കുന്നില്ലെങ്കിൽ മത്സ്യം കേടാകും. അതൊഴിവാക്കാനും ഷെൽഫ് ആയുസ് കൂട്ടാനും വിൽപ്പനക്കാർ ഇപ്പോൾ ഫോർമാലിൻ, അമോണിയ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഡോട്ട് എന്ന ചികിത്സാരീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയം, കുഷ്ഠം, ആന്ത്രാക്സ്, കോളറ. ഉത്തരം ക്ഷയം. ഒരു രോഗി തന്റെ ക്ഷയരോഗ മരുന്നുകൾ വിഴുങ്ങുന്നത് നിരീക്ഷിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് ഒബ്സർവ്ഡ് തെറാപ്പി അഥവാ ഡോട്ട്സ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏത്? നർമ്മദ, കൃഷ്ണ, ദാമോദർ, ഗോദാവരി. ഉത്തരം ദാമോദർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന ദാമോദർ നദി അതിന്റെ ജലജീവികളെ പ്രതികൂലമായി ബാധിക്കുന്ന മലിനീകരണത്തിന്റെ തോതിൽ വളരെ ഉയർന്നതാണ്. അതിനാൽ ഇത് ജൈവ മരുഭൂമിയായി കണക്കാക്കപ്പെടുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രം ഏത്? പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം. ഉത്തരം അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക് സമുദ്രം ലോകത്തിലെ 2ാമത്തെ വലിയ സമുദ്രമാണ്. ഇത് എസ് ആകൃതിയിലുള്ളതും പടിഞ്ഞാറ് വശത്ത് വടക്കൻ തെക്കൻ അമേരിക്കകളും കിഴക്ക് വശത്ത് യൂറോപ്പും ആഫ്രിക്കയും ചേർന്ന അതിരുകളുമാണുള്ളത്. സെക്സ് കുറവുള്ള പുരുഷന്മാർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത്? പ്രമേഹം, ക്യാൻസർ, വൃക്കരോഗം, ഹൃദ്രോഗം. ഉത്തരം ക്യാൻസർ. പുരുഷന്മാരിൽ സ്ഖലനം ചെയ്യുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ കഴിയുന്ന ദ്രാവകം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുറത്തുവിടുന്നു. ഇത് ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. കൂടാതെ ലൈംഗിക പ്രവർത്തനങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടാൻ സഹായിക്കുന്നു. ഏത് അടുക്കളത്തോട്ട സസ്യം പൂവിട്ടാലാണ് ദുരിതങ്ങളുടെ ഘോഷയാത്ര ഉണ്ടാകുന്നത്? ചീര, കറിവേപ്പ്, ഇഞ്ചി, മഞ്ഞൾ. ഉത്തരം കറിവേപ്പ്. കറിവേപ്പ് ഒരു കാരണവശാലും പൂക്കാനോ കായ്ക്കാനോ അനുവദിക്കരുത്. പൂക്കാൻ അനുവദിച്ചാൽ വീട്ടിൽ ദുരിതങ്ങൾ വിട്ടൊഴിയില്ല. കുടലിലെ വ്രണം മാറാൻ സഹായിക്കുന്ന ഫലം ഏത്? പുളി, മാമ്പഴം, തണ്ണിമത്തൻ, അവോക്കാഡോ. ഉത്തരം പുളി. പുളിയിൽ കാണപ്പെടുന്ന പോളിഫെനോളിക് സംയുക്തം കുടലിലെ വ്രണം മാറാൻ സഹായിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.